നമ്മുടെ ഈ ഞാൻ പുറത്തു പോയി നോക്കിട്ട് വരാം. അമ്മ എങ്ങോട്ട് പോയി? നിങ്ങളുടെയൊക്കെ ശല്യം കാരണേ അമ്മൂമ്മ മുങ്ങി. അളിയൻ പറഞ്ഞത് കറക്റ്റ് ആണ്. അമ്മൂമ്മ മുങ്ങി കൺഫേം. എന്താ കോളിംഗ് ബെൽ അടിക്കുന്നു? ആന്റി, കോളിംഗ് ബെൽ അടിക്കാനുള്ള കാര്യം എന്താന്ന് വെച്ചാൽ പറ, ഞങ്ങളും കൂടെ ചിരിക്കട്ടെ. ஐயோ இந்த அம்மாவோட விஷயம் சித்து. കാര്യം പറയൂ. இல்லடா ஒண்ணும் இல்ல, நான் சிரிச்சேன் அவ்வளவுதான். ആന്റി കാര്യം പറ. இல்லப்பா, பாவல்ல அம்மா, உங்களை எல்லாம் வருத்தப்படுத்த வேண்டாம்னு நினைச்சிட்டு அங்க எங்கேயோ போய் உக்காந்துட்டு இருக்காங்க. பாவம். അമ്മൂമ്മ പുറത്തെങ്ങും ഇല്ല ഏട്ടാ, ഞാൻ നോക്കി. ആ, അപ്പൊ അമ്മൂമ്മ പടവലത്തേക്ക് മുങ്ങി എന്നുള്ളത് കൺഫേം. ഇതെന്തോന്ന് എനിക്ക് മനസ്സിലാവില്ല. ഇടക്കിടക്ക് ഇങ്ങനെ കോളിംഗ് ബെൽ അടിക്കണോണ്ടല്ലേ. കാര്യം പറ. இல்ல, இப்போ அம்மாக்கு நான் வந்து மகள மாதிரி தானே. മകളെ മാരിയല്ലേ? മകളല്ലല്ല. இல்ல, உங்களை பேர குழந்தைங்களை விட என்ன ரொம்ப பிடிக்கும்னு அவங்க தப்பி தவறி சொன்னானா உங்களுக்கு ரொம்ப வருத்தமாகும்ல. அது நினைச்சிட்டு அவங்க பாரமடையோ அங்க எங்கேயோ போய் உக்காந்துட்டு இருப்பாங்க. കഴിഞ്ഞല്ലേ? ഇനി മിണ്ടല്ലേ? നമ്മളെന്തോ പറഞ്ഞു? അമ്മൂമ്മ നേരത്തെ തന്നെ നോക്കിയില്ലേ? ആ നോട്ടത്തിലുണ്ട് ആരെ അമ്മൂമ്മക്ക് ഇഷ്ടമാണ്. നിന്നെ നോക്കിയല്ലേ നിന്റെ പൊന്നുമക്കളെ ഞാൻ കണ്ടില്ല. പക്ഷെ അമ്മൂമ്മ എന്നെ ഒരു നോട്ടം നോക്കി. അമ്മൂമ്മയുടെ നാക്കിന്റെ തുമ്പത്ത് വന്നിരിപ്പുണ്ടായിരുന്നു കേശു. പക്ഷെ വിളിച്ചില്ല, അങ്ങ് വിഴുങ്ങി. എടേ, നിങ്ങൾക്കൊന്നും കാര്യം അറിയാഞ്ഞിട്ടാണ്. ഞാൻ ചെന്നൈ പോകുമ്പോഴത്തേക്കും എല്ലാ ആഴ്ചയും ഒരിക്കൽ അമ്മൂമ്മ വിളിക്കും. വിളിച്ചാറില്ല, 4-5 മണിക്കൂർ കഴിഞ്ഞിട്ട് അമ്മൂമ്മ കോള് കട്ട് ചെയ്യുക. ഞാൻ എന്ത് പഠിച്ചു, എന്ത് കഴിച്ചു, എന്റെ എല്ലാ വിശേഷവും ഫുൾ അമ്മൂമ്മയ്ക്ക് അറിയണം. അവിടുത്തെ നാട്ടു വർത്താനം, പടവലത്തെ വിശേഷം, എന്ത് കൃഷി കൊയ്തു, എല്ലാം എന്റെ അടുത്ത് വിളിച്ചു പറയും. ഒരു വല്ലാത്തൊരു കണക്ഷൻ ആണല്ലേ, വല്ലാത്തൊരു കണക്ഷൻ. ഒരു രീതി പറഞ്ഞ ഞാൻ എന്തോ അമ്മയ്ക്കൊരു വീക്ക്നെസ് ആയിപ്പോയി. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അമ്മൂമ്മയുടെ മട്ടും ഭാവമൊക്കെ ഞാൻ ശ്രദ്ധിച്ചത് വെച്ച് നോക്കുമ്പോഴേ അമ്മൂമ്മ ലച്ചൂസിന്റെ പേര് പറയാനാണ് സാധ്യത. നേരത്തെ കിച്ചണിൽ വെച്ചിട്ടേ അമ്മൂമ്മയോട് ഒട്ടും താല്പര്യമില്ലാതെ പറഞ്ഞിട്ട് പോലും അമ്മൂമ്മ പ്രതികരിച്ചില്ല. ശ്രദ്ധിച്ചാ? അളിയന്റെ ഒരു ലച്ചൂസും ഒന്ന് മിണ്ടായിരിക്കുന്നുണ്ടോ? ഇതിപ്പോ എന്തോന്ന് ചെയ്യാൻ? നിങ്ങൾ ഈ കിടന്ന് പറയാനായിട്ട് എനിക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ ചെന്നിട്ട് അമ്മൂമ്മയെ വിളിച്ചോണ്ടിങ്ങ് വരാം. അമ്മൂമ്മയുടെ വായിൽ എന്നെയാണ് ഇഷ്ടമെന്ന് കേട്ട് കഴിയുമ്പോ നിങ്ങളുടെ ഈ തെറ്റിദ്ധാരണ മാറിക്കോളും. അമ്മൂമ്മ അതല്ലെന്നേ, ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നോണ്ടേ ഇന്ന് പട്ടിണി കിടക്കുന്നൊരു ഡൗട്ട്. பட்டினி கடந்தாலும் பரவாயில்ல, இந்த விஷயத்துக்கு ஒரு முடிவு தெரிஞ்சுதான் ஆகணும். അളിയനൊരു കാര്യം ചെയ്യും, ഫുഡ് ഓർഡർ കഴിക്കണ്ടേ? അപ്പൊ ഇവിടെ കുക്ക് ചെയ്യുന്നില്ലേ? ചാൻസ് വളരെ കുറവാണ്. പിന്നെ പാറുവേ, കേശവേട്ടൻ എന്തിനാ ഓടിപ്പോയെന്നറിയോ? അവിടെ എവിടെങ്കിലും അമ്മൂമ്മ ഉണ്ടെങ്കിൽ അമ്മൂമ്മ ചെന്ന് കണ്ട് അവന്റെ പേര് പറയാൻ വേണ്ടിട്ടേ വല്ല പൊടിക്കൈ ഇറക്കാനാണ്. നിനക്കറിയാല, കേശുചേട്ടൻ ഒരു പൊടിക്കൈ വീരനാണ്. ചേച്ചി വന്നേ. കൊച്ചുമക്കളെല്ലാരും കൂടെ കാരണം അമ്മൂമ്മയുടെ സമാധാനം ഒന്ന് പോയി കിട്ടി. ഫുഡ് ഓർഡർ ചെയ്യാം. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. എവിടെ ഇങ്ങ് വാ. ആളെ കിട്ടിയാ? എവിടായിരുന്നു കൊച്ചു ഗല്ലി? ഞാൻ ആ ശകുന്തളയുടെ വീട് വരെ പോയതാ. അവൾ ഒത്തിരി നാളുകൊണ്ട് വിളിക്കുന്നുണ്ട്. ഏത് ശകുന്തള? ഇവിടെ എനിക്കും ഇപ്പൊ ഫ്രണ്ട്സ് ഒക്കെ ആയി. അമ്മൂമ്മ അതൊക്കെ വിടും. ഇനി അമ്മൂമ്മ പറ, അമ്മൂമ്മക്ക് ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഒന്ന് പോ കൊച്ചേ അവിടുന്ന്. അമ്മൂമ്മ ഇത് പറയാണ്ട് നമ്മൾ അമ്മൂമ്മ വിടൂല. ഇപ്പൊ പറഞ്ഞോ? உங்களுக்கு யாரு பிடிக்கும் சொல்லுங்கம்மா, சொல்லுங்க. നീ എന്തിനാ ഇങ്ങനെ കുലുങ്ങുന്നേ?
இல்லம்மா எனக்கும் இப்படி செய்யணும்னு ரொம்ப ஆசை உங்களுக்கு யாரை பிடிக்கும்னு தெரியறதுக்கு ஆனா நீங்க என்ன திட்டுவீங்கல்ல ആന്റി ഒന്ന് ആദ്യം തന്നെ ഉത്തരം പറയട്ടെ എന്നിട്ട് നമുക്ക് റിയാക്ഷൻ ഇട്ട് മരിക്കാം കേട്ടാ സമയം തരാം വിട്. ഞാൻ പറയാം ഞാൻ പറഞ്ഞു കഴിയുമ്പം ആരും എന്നോട് മുഖം വീർപ്പിച്ച് കാണിക്കല്ലേ. ഇല്ല അമ്മൂമ്മ പറ. എനിക്കിവിടെ ലച്ചു, കേശു, പാറു, ശിവ എല്ലാരെയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാരും എന്റെ കണ്ണിലുണ്ണികളാണ്. പക്ഷെ എന്നാലും എനിക്കൊരാളിനോട് ഇവിടെ ഒരു ഇച്ചിരി സ്നേഹം കൂടുതലാണ്. നീ എന്തിനാ ഇങ്ങനെ കുണുങ്ങുന്ന ഇവിടെ പിള്ളേരുടെ കാര്യം പറയുമ്പോ? എന്റെ പൊന്ന ആന്റി പ്ലീസ് ഇതിന് ഉത്തരം ഒന്ന് കേക്കട്ടെ. ഞാൻ പറഞ്ഞല്ല സമയം തരാന്ന്. പറയട്ടെ. എനിക്ക് ഒരു ഇച്ചിരി സ്നേഹ കൂടുതലുള്ളത് എന്റെ സിദ്ധു മോനോടാ. എന്റെ അടുത്താ? സിദ്ധു മോനോട്. ശരിക്കും? ശരിക്കും മോനെ, മോൻ ഇവിടെ വന്നു കയറിയതാണെങ്കിലും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ഇവിടെ ഞങ്ങൾ ചെയ്യുന്നതിനെക്കാട്ടി കാര്യമായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് മോനല്ലയോ. അതുകൊണ്ട് മോനോട് എനിക്ക് ഭയങ്കര സ്നേഹവും അതിലേറെ ബഹുമാനവുമാണ്. അമ്മമ്മയുടെ ഒരു കാര്യം ഇതാ പറയുന്നത് മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയെന്ന്. അങ്ങനൊന്നും ഇല്ല കേട്ടോ. അമ്മമ്മയ്ക്ക് നിങ്ങളെല്ലാവരും തന്നെയാണ് ഇഷ്ടം. ഞാൻ വേറൊരു ഫാമിലി ഇങ്ങോട്ട് വന്നു കയറിയതല്ലേ, അപ്പൊ എനിക്ക് വിഷമമാകണ്ടെന്ന് വിചാരിച്ചിട്ട് അമ്മമ്മ അങ്ങനെ പറഞ്ഞതാ. ഇല്ലേ അമ്മമ്മ? അങ്ങനെ പറ അമ്മമ്മ, എന്നാലല്ലേ ഇവർക്ക് സന്തോഷാവത്തുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. ആരും ഇനി പടവലം തറവാടും സ്വത്തുക്കളും ഒന്നും സ്വപ്നം കാണണ്ട. അതും അമ്മമ്മ എനിക്ക് തരുന്നതായിട്ട് ഞാൻ തന്നെ പ്രഖ്യാപിക്കുന്നു. അല്ലേ അമ്മമ്മ? അപ്പൊ അമ്മ എനിക്ക് തരാൻ சொன்ன 10 സെന്റ് അത് ഞാനും അമ്മമ്മയും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യട്ടെ അല്ലേ?